നമസ്കാരം. നിളവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ശിവരാത്രി ആഘോഷത്തിൽ മഹാദേവ ക്ഷേത്രങ്ങൾ. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്നും പുറത്തുവന്ന കാളകൂട വിഷത്തെ ലോകനന്മയ്ക്കു വേണ്ടി മഹാദേവൻ കുടിക്കുകയും ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ടം പൊത്തിപ്പിടിച്ച പാർവതീദേവിയും മറ്റെല്ലാ ദേവകളും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചുവെന്നാണ് ഐതിഹ്യം. അതിന്റെ സ്മരണയ്ക്കാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ശിവരാത്രി ദിവസം കൂവളത്തില ഭഗവാന് സമർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ജപിക്കുന്നതും പ്രധാന ആചാരങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറും. പട്ടാമ്പി മണ്ഡലത്തിൽ കുടിവെള്ളക്ഷാമ പരിഹാരത്തിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ മുഹമ്മദ് മുഹ്സിൻ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണ പൂർത്തീകരണം വേഗത്തിലാക്കാനും ഉദ്യോഗസ്ഥർക്ക് യോഗത്തിൽ നിർദ്ദേശം നൽകി. മണ്ഡലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും പുതുതായി നിർദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തികൾ നടപടികൾ പൂർത്തീകരിച്ച് അടിയന്തരമായി നടപ്പിലാക്കുന്നതിനുമായാണ് മുഹമ്മദ് മുഹ്സിൻ MLA അധ്യക്ഷതയിൽ പാലക്കാട് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത്. വിവിധങ്ങളായ വികസന പദ്ധതികളാണ് പട്ടാമ്പി മണ്ഡലത്തിൽ നടത്തിവരുന്നത്. ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഇത്തരം പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെങ്കിൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ സഹകരണവും ഏകോപനവും അത്യാവശ്യമാണെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. KRFB വഴി നടപ്പിലാക്കുന്ന നിള IPT റോഡ് നിർമ്മാണ പുരോഗതി യോഗം വിശദമായി ചർച്ച ചെയ്തു. കൽപ്പകം മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും KSEBയുമായി ബന്ധപ്പെട്ട ലൈനുകളും പോസ്റ്റുകളും വാട്ടർ അതോറിറ്റി മറ്റ് കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ വേനൽ കടുക്കുമെന്ന പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടിവെള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കാലതാമസമെടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ബദൽ സംവിധാനമൊരുക്കി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സമീപനം കൈക്കൊള്ളേണ്ടതുണ്ടെന്നും മുഹ്സിൻ MLA ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. കൊപ്പം പോലീസ് സ്റ്റേഷൻ നിർമ്മാണം വൈകുന്നത് സ്ഥലത്തെ മണ്ണുമാറ്റുന്നതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളായതിനാൽ അവ പരിഹരിച്ച് നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. MLA നിർദ്ദേശിച്ചിട്ടുള്ള നിള IPT റോഡ് BMBC, പട്ടാമ്പി ആമയൂർ മുറുതല റോഡ് BMB, ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി, കൊപ്പം വിളിയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി, മുറുതല തിരുവേഗപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതികൾ, പട്ടാമ്പിയിലെ പുതിയ പാലം, മുനിസിപ്പൽ ടവർ, റവന്യൂ ടവർ, വാടനാംകുറിശി, കൊടുമുണ്ട, വല്ലപ്പുഴ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം, 38 ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം, വിദ്യാലയങ്ങളിലെ പാചകപുര നിർമ്മാണങ്ങൾ എന്നിവയാണ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ പ്രധാനമായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ MLA പ്രാദേശിക ഫണ്ടിൽ നിന്നും ആസ്തി വികസന പദ്ധതികളിൽ നിന്നും നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും അവലോകനങ്ങൾ പ്രത്യേകമായി നടക്കുകയുണ്ടായി. പാലക്കാട്ടെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ രാമദാസ് നിയന്ത്രിച്ച യോഗത്തിൽ റവന്യൂ സർവേ KSEB, പൊതുമരാമത്ത്, ഫോറസ്റ്റ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, KRFB, പാലക്കാട് ജില്ലാ പഞ്ചായത്ത്, ഹെൽത്ത്, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, കൃഷി, വാട്ടർ അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയർ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി പൂജ നടന്നു. കഴിഞ്ഞ ദിവസം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കമിട്ടിരുന്നു. 3 മാസത്തിനകം അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പട്ടാമ്പി പെരുമുടിയൂരിലാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി പൂജ നടത്തിയത്. റെയിൽവേയുടെ നേതൃത്വത്തിലായിരുന്നു ഭൂമി പൂജ. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. അടുത്ത ദിവസം മുതൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യം. ഇതിന് മുന്നോടിയായാണ് ഭൂമി പൂജ നടത്തിയത്. റെയിൽവേ ഷൊർണൂർ സബ് ഡിവിഷൻ ADM CR അളകർസ്വാമി, എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥൻ സുർജിത്ത്, ആക്ഷൻ കൗൺസിൽ ഭാരവാഹി അരുൺ, സുകുമാരൻ, മൊയ്തീൻകുട്ടി, VT സോമൻ, KB കബീർ, മറ്റു ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ, സ്കൂൾ അധികൃതർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കുറെ നാളത്തെ കുട്ടികളുടെയും അധ്യാപകരുടെയും മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരുടെയും കൂടി ഒരു ആവശ്യമായിരുന്നു സുരക്ഷിതമായ ഒരു യാത്രാ സൗകര്യം, സ്കൂളിലേക്ക് എത്താനുള്ള ഒരു സുരക്ഷിത വഴി എന്നുള്ളത്. ഇന്ന് റെയിൽവേ കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ അവരുടെ ജോലികളുടെ
ഔദ്യോഗികമായിട്ടൊരു തുടക്കം നിലയ്ക്ക് ഇവിടെ പൂജ നടത്തിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നൊരു ശുഭമായ ദിവസം കൂടിയാണ്, ശിവരാത്രിയാണ്, മഹാശിവരാത്രിയാണ്. അപ്പോൾ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ടുള്ള എല്ലാവരുടെയും ഒരു ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഇത് അവസാനം ഇതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സ്ഥലത്തെ എം പി, ഇപ്പം നിലവിലുള്ള MP, MLA, ഭരണകൂടം, ലോക്കൽ പഞ്ചായത്ത് ഭരണകൂടം, അധ്യാപകർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കുറെ കാലത്തെ ശ്രമം കൊണ്ട് നടന്നതാണ് ഇപ്പോൾ ഈ പരിപാടി. 2023 ഒരു കുട്ടിയുടെ ദൗർഭാഗ്യകരമായ ഒരു അപകട മരണത്തെ തുടർന്നാണ് ഇതൊന്നും കൂടിയും സജീവമായിട്ടും ശക്തമായിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1.68 കോടി രൂപ ചെലവഴിച്ചാണ് പെരുമുടിയൂർ റെയിൽവേ അടിപ്പാത നിർമ്മിക്കുന്നത്. ഏറെക്കാലത്തെ ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. മെട്രോമാൻ ശ്രീധരനും മറ്റു ജനപ്രതിനിധികളുടെയും എല്ലാം അകമൊഴിഞ്ഞ സഹകരണം കൊണ്ടാണ് അടിപ്പാത നിർമ്മാണത്തിന് വഴിയൊരുങ്ങിയെന്ന് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടു. ജൂണിന് മുമ്പേ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏറെക്കാലത്തെ ആവശ്യം നിറവേറ്റുന്ന സന്തോഷത്തിൽ കൂടിയാണ് നാട്ടുകാർ. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരം 27, 28 തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ സംഗമ ഭൂമികയായ മുലയമ്പറമ്പത്തുകാവ് പൂരം കാണാൻ 96 ദേശങ്ങളിൽ നിന്നും ആയിരങ്ങൾ ചാലിശ്ശേരിയിലെത്തുമെന്നും ഉത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതുകൂടാതെ ഡോമകെയറിന്റെ ട്രാഫിക് സെക്ഷനിൽ ഒരു 50 പേരും, അങ്ങനെ മൊത്തം 80, 200 പോലീസുകാരും ഈ ഡോമകെയറിന്റെ ആൾക്കാരും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഫയർഫോഴ്സിന്റെ ആൾക്കാർ, ഫയർ സേഫ്റ്റിയുടെ ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് അവിടെ വരുന്നത് ഈ വരവാണ്. വരവ് നമ്മൾ പിന്നെ 6:30 മുതൽ 7:30 വരെയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്. അതിന് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാവിധ വലിയ ഗജവീരന്മാരും പങ്കെടുക്കുന്ന ഉത്സവമാണ് ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്ത് ക്ഷേത്രം. ദേവസ്വവക 5 ആനകളും ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 33 ആനകളും എഴുന്നള്ളിപ്പിനെത്തും. തലയെടുപ്പുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ തുടങ്ങിയ ഗജവീരന്മാർ ഉത്സവത്തിന് കൊഴുപ്പ് പകരും. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. 96-98 ദേശങ്ങളാണ് സാധാരണ. 96-98 എന്നുള്ള ഒരു രൂപത്തിലാണ്. അത്ര ദേശങ്ങളുടെ തട്ടകത്തമ്മയായിട്ടാണ് മുലയമ്പറമ്പത്തമ്മ വാണാരുള്ളുന്നത് എന്നതാണ് സങ്കല്പം. അതുപോലെ തന്നെ 3 ജില്ലകളിൽ നിന്നും ആയിട്ടുള്ള എഴുന്നള്ളിപ്പുകൾ ഈ ചാലിശ്ശേരിയിൽ എത്തിപ്പെടാറുണ്ട്. അത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും ഇങ്ങനെ 3 ജില്ലകളിൽ നിന്നും ഒരു സ്ഥലത്തേക്ക്, ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഉത്സവം, പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാരുടെ പരിപാടികൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കും. മേളപ്രമാണി ചേരനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ ഗംഭീരമേളവും അരങ്ങേറും. തെയ്യം, തിറ, കരിങ്കാളി, ചോഴി, പൂതൻ, കരിവേഷങ്ങൾ, ശിങ്കാരിമേളം, തപ്പുമേളം തുടങ്ങിയ നാടൻ കലകളും പരമ്പരാഗത വേലകളും അണിനിരക്കും. പൂരത്തിന്റെ ഭാഗമായി 27-ന് വ്യാഴാഴ്ച പ്രസിദ്ധമായ പതിരുവാണിഭം നടക്കും. മത്സ്യവാണിഭത്തിന് പുറമെ കാർഷികോൽപ്പന്നങ്ങളും ഉപകരണങ്ങളും മൺപാത്രങ്ങളും വാണിഭത്തിൽ ഇടം പിടിക്കും. വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള മുത്തുമാലകൾ, കളിക്കോപ്പുകൾ, പാത്രങ്ങൾ എന്നിവ മുതൽ കൊട്ട, വട്ടി, ചക്ക, മാങ്ങ, ചൂൽ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കെത്തും. സുരക്ഷയുടെ ഭാഗമായി CCTV നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂരനഗരി ഉൾപ്പെടെ 7 കിലോമീറ്റർ പ്രദേശം 3.5 കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തതായി കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 200-ലേറെ പോലീസ് സേനയും 20-ലേറെ ട്രോമ കെയർ അംഗങ്ങളും ഫയർ യൂണിറ്റുകളും എലിഫന്റ് സ്ക്വാഡും ഫസ്റ്റ് എയ്ഡ് വിഭാഗവും സ്ഥലത്തുണ്ടാകും. ഭാരവാഹികളായ KK മുരളി, CK സുഷി, PP രതീഷ് മോൻ, KK സുബീഷ്, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ ആളുകൾ എത്തുക മാത്രമല്ല, കാർഷിക മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ കൊടുന്ന് വിൽക്കുകയും അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ കാലത്തെ നാട്ടുചന്തകളെ അനുസ്മരിക്കുന്ന പല ഒരുവിധമുള്ള സാധനങ്ങൾ, ചന്ത എന്ന സ്ഥിതിയിൽ എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്ന ഒരു വാണിഭമാണ് ഈ പതിർവാണിഭം. ചാലിശ്ശേരി പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പേരുകേട്ട 38 ഗജവീരന്മാർ.
ഈ മാസം 28-ന് നടക്കുന്ന ചാലുശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം മഹോത്സവം കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാർ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി രാജൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ 38ഓളം ഗജവീരന്മാരാണ് ക്ഷേത്രമൈതാനത്ത് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക. പൂരപ്രേമികളുടെയും ആനപ്രേമികളുടെയും മനം നിറയ്ക്കുന്ന തരത്തിലായിരിക്കും ഇത്തവണ പൂരമഹോത്സവമെന്ന് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ പി രതീഷ് പറഞ്ഞു. ചാലിശ്ശേരി മുലയമ്പറമ്പ് പൂരമഹോത്സവത്തിന് കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനയായിട്ട് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ പടിഞ്ഞാറോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ പുതുപ്പള്ളി കേശവൻ, കമ്പനിപ്പടി പൂരാഘോഷ കമ്മിറ്റി, ചെറുപ്പളശ്ശേരി രാജശേഖരൻ, കൗക്കോട്, ചിറക്കൽ കാളിദാസൻ, ഊട്ടോളി അനന്തൻ, ദേവി കല്ലുംപുറം. ഇനി കുറച്ച് ആനകളുടെ പേര് കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കമ്മിറ്റികൾക്ക് കൂടി ആന ഉണ്ടാവും. മൊത്തം 33 ആനകളാണ് കേന്ദ്ര പുരുഷ കമ്മിറ്റിയുടെ കീഴിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് അണിനിരക്കുന്നത്. ദേവസ്വം കമ്മിറ്റിക്ക് 5 ആനകൾ, മൊത്തം 38 ആനകൾ മുലയമ്പറമ്പ് പൂരമഹോത്സവത്തിന് പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 6:30 മുതൽ 7:30 വരെയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുക. മുഴുവൻ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കും കൂട്ടിയെഴുന്നള്ളിപ്പ്. ജില്ലയിൽ ആദ്യത്തെ മാതൃകാ കളിസ്ഥലവും ഓപ്പൺ ഓഡിറ്റോറിയവും സമ്പൂർണ്ണ ഡിജിറ്റൽ ക്ലാസ് മുറികളും ഒരുക്കി തൃത്താല ഉപജില്ലയിലെ ചാത്തന്നൂർ GLP സ്കൂൾ. ഇനി മുതൽ പ്രീ പ്രൈമറി കുട്ടികൾക്ക് ശീതീകരിച്ച ക്ലാസ് മുറിയിലിരുന്ന് പഠനം നടത്താം. എയർ കണ്ടീഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ മുഴുവൻ പ്രീ പ്രൈമറി ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്റ നിർവഹിച്ചു. വിദ്യാലയത്തിലെ ആദ്യകാല വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിന് ആധുനിക രീതിയിലുള്ള ശീതീകരണ ജോലികൾ തയ്യാറാക്കി നൽകിയത്. 8000-ലധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ കഴിഞ്ഞ നവംബറിൽ സ്മൃതിപഥം എന്ന പേരിൽ സ്കൂളിൽ മഹാസംഗമം നടത്തിയിരുന്നു. നാട്ടിലുള്ളവരും വിദേശ രാജ്യങ്ങളിലുള്ളവരുമായി നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തി. ചാത്തന്നൂർ ഗ്രാമം ഉത്സവാന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ച ഈ സംഗമത്തിൽ പ്രധാനാധ്യാപിക സ്കൂളിന്റെ ആവശ്യങ്ങളിൽ ശീതീകരണ ക്ലാസ് മുറികളുടെ ആവശ്യം അവതരിപ്പിച്ചതോടെയാണ് സ്മൃതിപഥത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന് ക്ലാസ് മുറികളിൽ ശീതീകരണ സൗകര്യം ഒരുക്കിക്കൊടുത്തത്. അതോടൊപ്പം പുനർനിർമ്മിച്ച സ്ലൈഡറിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ടി പ്രേമ നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ KV മൊയ്തുണ്ണി, P ശ്യാമള, K ശംസുദ്ദീൻ, തൃത്താല AEO K പ്രസാദ്, PR വിജയരാഘവൻ, SP രഘുനാഥ്, NS സനൂപ്, കാവുങ്കൽ ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് EP ദിലീപ്, PV ഫിറോസ് ഖാൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർ KV മൊയ്തുണ്ണി ഹോണറേറിയം സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കായി സംഭാവനയും നൽകി. പഠന പാഠ്യേതര കാര്യങ്ങളിലും ഭൗതിക നേട്ടങ്ങളിലും ജനകീയ ഇടപെടലുകൾക്ക് മാതൃകയായിട്ടുള്ള ചാത്തന്നൂർ GLP സ്കൂൾ ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ നിരവധി തവണ PTA അവാർഡ് നേടിയിട്ടുണ്ടെന്ന് PTA പ്രസിഡന്റ് EP ദിലീപ്, പ്രധാനാധ്യാപിക MC സുമയ്യ, MSc ചെയർമാൻ TV ഷാജിമോൻ എന്നിവർ പറഞ്ഞു. അവശനായ കിടപ്പ് രോഗികൾക്ക് മുഴുവൻ സമയവും ഡോക്ടർമാർ, നഴ്സുമാർ, ആംബുലൻസ്, മറ്റ് പരിചാരകരുടെ സേവനം ഉറപ്പുതരുന്ന 24 മണിക്കൂർ ഹോം കെയർ പദ്ധതിക്ക് പ്രതീക്ഷ പാലിയേറ്റീവ് ക്ലിനിക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് തന്നെ അപൂർവം ചില ക്ലിനിക്കുകളെ റൗണ്ട് ഓ ക്ലോക്ക് ഹോം കെയർ ചെയ്യുന്നുള്ളൂ. അത്തരം വർക്കാണ് ഏറ്റെടുക്കുന്നത്. നിലവിൽ ഞങ്ങളുടെ നഴ്സിംഗ് സ്റ്റാഫ് ഇപ്പോൾ 12 പേരുണ്ട്. ഇനിയും 2 എണ്ണം കൂടി വർദ്ധിപ്പിച്ചാലേ നമുക്ക് റൗണ്ട് ഓ ക്ലോക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. സാധാരണ പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റവും പ്രയാസമുള്ള ഒരു സാധനം വളണ്ടിയേഴ്സിൻ്റെ ഒരു പങ്കാണ്. ഈ റൗണ്ട് ഓ ക്ലോക്കിൽ നൈറ്റ് മോർണിംഗ് എന്നത് മെഡിക്കൽ കെയർ മാത്രമാണ്, വളണ്ടിയേഴ്സിന് റോളൊന്നുമില്ല. ഇപ്പോൾ നേഴ്സ്, ഡ്രൈവർ അങ്ങനെയുള്ള ക്ലിനിക്കൽ സ്റ്റാഫാണ് നമുക്ക് ആവശ്യം. 2007 മുതലാണ് പ്രതീക്ഷയുടെ സ്വാന്തന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കും രോഗപീഠകളാൽ വിഷമിക്കുന്നവർക്കും നിലവിൽ പകൽ 10 മണി മുതൽ രാത്രി 10 മണി വരെ വീടുകളെത്തി ചികിത്സാ ശുശ്രൂഷകൾ പ്രതീക്ഷ ഹോം കെയർ ടീം നൽകി വരുന്നുണ്ട്. മാർച്ച് 1 മുതൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ നൽകുന്ന ഹോം കെയർ സേവനത്തിന്റെ ഉദ്ഘാടനം പ്രതീക്ഷ ക്ലിനിക്കിന് സമീപം മന്ത്രി MP രാജേഷ് നിർവഹിക്കും. നാട്ടുകാരുടെയും സ്വാന്തന പ്രവർത്തനങ്ങളിൽ സഹായവുമായെത്തുന്ന എല്ലാ വിഭാഗങ്ങളിൽ നിന്നും സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വരും നാളുകളിലും പിന്തുണ പ്രതീക്ഷിക്കുന്നതായും പ്രതീക്ഷാ സംഘാടകർ പറഞ്ഞു. അവർക്ക് വേദന ഇല്ലാതെ കുറച്ചു നേരമെങ്കിലും ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്താഗതിയും കൂടി ഞങ്ങളെ ഈ 24 hours ഞങ്ങളെ മാറ്റാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി 10 മണി വരെ, ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ 10 മണി വരെ നമുക്ക് കോളുകൾ ഒരുപാടുണ്ട്. അത് 10 മണിക്ക് നിർത്തണം എന്ന് വിചാരിച്ച് നമുക്ക് നിർത്താൻ പറ്റാതെ 12 മണി വരെ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 24 hours
ഒരുപാട് റിസ്ക് ഉണ്ട് ഈ 24 അവേഴ്സിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഹോം കെയർ ആണ്, നൈറ്റിലാണ് പോണത് പല വീടുകളും. ഉദ്ഘാടന ചടങ്ങിൽ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും തൃത്താല മേഖലയിലെ സാംസ്കാരിക സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്ത പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് എം പ്രദീപ്, സെക്രട്ടറി VP ശിവദാസ്, PV സുഭദ്ര, K നാരായണൻ, TP മധു, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCTV ന്യൂസ്. എത്രയോ പേര് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടാവാം. അവരെ ചേർത്ത് നിർത്തുക എന്നതുകൂടിയാണ് ഈ 24 മണിക്കൂർ ഹോം കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാൻ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ. ആത്മീയ ചിന്തയില്ലായ്മയാണ് ആഭാസതരങ്ങളിലേക്കും അശ്ലീലതയിലേക്കും തലമുറ നീങ്ങാൻ കാരണമെന്ന് SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പട്ടാമ്പിയിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാതല നവോത്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി നവോത്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ചിത്ര ഊട്ടത്തിൽ വെച്ചായിരുന്നു സമ്മേളനം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സമ്മേളനം നടത്തി വരുന്നുണ്ട്. പട്ടാമ്പിയിൽ നടന്ന നവോത്ഥാന സമ്മേളനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇവിടെ പള്ളി കേന്ദ്രീകരിച്ചു ഒരു മഹല്ല് സംവിധാനം രൂപീകരിച്ച് അതിൻ്റെ കീഴിലായി ആ പ്രദേശത്തുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ബോധനങ്ങളും ദിനി ദാവത്തും അവരുടെ വിവാഹ കാര്യങ്ങൾ അതുപോലത്തെ മറ്റു കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശങ്ങളിലും ഈ മഹല്ല് സംവിധാനത്തിൻ്റെ കീഴിലായ നിരവധി ദീനി ദാവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മഹല്ല് സംവിധാനങ്ങളും മദ്രസ സംവിധാനങ്ങളൊക്കെ തന്നെ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വത്തിന് കാരണമായി തീർന്നതാണ്. ഉലമാക്കളുടെയും ഉമറാക്കളുടെയും കൂട്ടായ പരിശ്രമങ്ങളാണ് കേരളീയ മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്ന അഭിമാനകരമായ അസ്തിത്വത്തിന് പിന്നിലുള്ളത് എന്നുള്ളത്. ഷെയ്ഖുന MP കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു. BAC കുട്ടി ഹാജി പഴയലേക്കടി ആമുഖ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപള്ളി, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, ഡോക്ടർ KT ഹാരിസ് ഹുദ്വി, ഉസ്താദ് E അലവി ഫൈസി, CA MA കരീം, ബഷീർ കല്ലേപാടം, K മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലേക്കടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രസിദ്ധമായ ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് കൗട്ട് ക്ഷേത്രത്തിലെ വേല ആഘോഷം വർണ്ണക്കാഴ്ചയേകി. ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് കൗ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവമാണ് പ്രൗഢഗംഭീരമായി ആഘോഷിച്ചത്. പള്ളിപ്രം, കീഴായൂർ, ഓങ്ങല്ലൂർ എന്നീ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ കാവിലേക്ക് പുറപ്പെട്ടു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഇണക്കാളകളും കലാരൂപങ്ങളുമായി ആഘോഷങ്ങൾ എത്തി. റോഡിന് ഇരുവശവും കാവങ്കണത്തിലും പുരുഷാരമയം തടിച്ചുകൂടി. രാത്രിയോടെ ഓരോ ദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാളകൾ ഭഗവതിയെ തൊഴുതു വണങ്ങി. ഇതോടെ രാത്രിയിൽ 50-ൽ പരം ഇണക്കാളകൾ കാവു മൈതാനത്ത് ചുറ്റും അണിനിരന്നു. ദീപാലങ്കാരത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഇണക്കാളകൾ അക്ഷരാർത്ഥത്തിൽ ദൃശ്യവിസ്മയമായി. രാത്രിയിൽ ക്ഷേത്രനടയിൽ 3 ദേശങ്ങളുടെയും ഡബിൾ തായമ്പകയും ഉണ്ടായിരുന്നു. പുലർച്ചെ ചടങ്ങുകൾക്ക് ശേഷം കൊടിക്കുറ താഴ്ത്തി പൂരമഹോത്സവത്തിന് സമാപനം കുറിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സാക്ഷരതാ വാരാഘോഷത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി പാലക്കാട് ലീഡ് ബാങ്കും നബാർഡും തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ച സുഭദ്രം പരിപാടി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളെ സാമ്പത്തിക ബോധവൽക്കരിക്കുക, ശരിയായ രീതിയിൽ വായ്പകൾ
തെരഞ്ഞെടുക്കാൻ സഹായിക്കുക, സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്നീ വിഷയങ്ങളിൽ തൃത്തല ബ്ലോക്ക് സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർ KV ശ്രീധരൻ ക്ലാസ് എടുത്തു. തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P. നാരായണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ RBI പ്രതിനിധി രഞ്ജിത്ത്, PNB മാനേജർ ഗോകുൽ, ഫെഡറൽ ബാങ്ക് മാനേജർ റിനോ, തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി KK മണികണ്ഠൻ, ഭരണസമിതി അംഗങ്ങളായ KP ജനാർദ്ദനൻ, PM നസീർ എന്നിവർ സംസാരിച്ചു. കാനറ ബാങ്ക് സീനിയർ മാനേജർ റിയാസ് സ്വാഗതവും CDS ചെയർപേഴ്സൺ സൗമ്യ നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.